നമ്മുടെ കുട്ടികൾ കൂടുതൽ ടെററായിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? സഹജീവികളോട്, അതായത് ഫെല്ലോ ലിവിങ് ബീയിങ്സിനോട് ആ എംപതി എന്ന ഫീലിംഗ് അവർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ചിലപ്പോഴെങ്കിലും തോന്നാൻ ഇടയായിട്ടുണ്ടോ? ഈ തോന്നലുകളെ സാധൂകരിക്കുന്ന വാർത്തകളാണ് ചുറ്റിലും എന്നത് സത്യം തന്നെ. എന്നാലും എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് നോക്കാം. കുട്ടികളിൽ പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം പലപ്പോഴായി അവരിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന് മുതിർന്നവർ പരിഭവം പറയുന്നു. എനിക്ക് നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നില്ല എന്ന് മറുവശത്ത് കുട്ടികൾ വിഷമം പറയുകയും ചെയ്യുന്ന അവസ്ഥയും. ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്താണെന്ന് ഒന്ന് ചികഞ്ഞു നോക്കാം. ജനറേഷൻ ഗ്യാപ്പ്. ജനറേഷൻ ഗ്യാപ്പ് എന്നത് ലോകത്തിൽ 1960കളിൽ പ്രചാരത്തിൽ വന്ന ആശയമാണ്. എന്നാൽ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ചിന്താശേഷിയുള്ള കാലം മുതൽ തന്നെ പ്രായമനുസരിച്ച് ആളുകളെ വേർതിരിച്ച് കാണുകയും അതിനനുസരിച്ച് അവരോട് പെരുമാറുകയും ചെയ്തിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് അറിവും പക്വതയും ശാരീരികവും മാനസികവുമായ ചിന്താശേഷി മാറിയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവാൻ അന്ന് തന്നെ തുടങ്ങിയിരുന്നു. ഇതിന്റെ തുടർക്കഥയാണ് ഈ ജനറേഷൻ ഗ്യാപ്പ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം എന്നത് തൊട്ട് നിന്റെ പ്രായത്തിൽ ഞാനുണ്ടല്ലോ എന്നതുവരെ ഇതിന്റെ തുടർച്ചയാണ്. പൗരാണിക കാലം തൊട്ടേ ചർച്ച ചെയ്തിരുന്ന ഈ പ്രതിഭാസത്തിനെ കിഡ്സ് ദീസ് ഡേയ്സ് എഫക്റ്റ് എന്ന് വിളിക്കുന്നു. ഈ എഫക്റ്റ് ഇപ്പോൾ കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കാരണങ്ങൾ പലതാണ്. ടെക്നോളജി. കണ്ണ് ചിമ്മുന്ന വേഗത്തിലാണ് ശാസ്ത്ര സാങ്കേതികത കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ വളർന്നത്. അതിൽ തന്നെ ഈ അടുത്ത കാലത്തായി ലോകത്തിനെ ഉള്ളം കയ്യിൽ കൊള്ളാൻ മാത്രം പാകത്തിലാക്കിയ ഇന്റർനെറ്റിന്റെ വേഗത വളരെ കൂടി. ആയതിനാൽ സോഷ്യൽ മീഡിയ, സ്മാർട്ട് ഫോൺസ്, AI എന്ന പദങ്ങൾ എല്ലാ കൊച്ചു പിള്ളേർക്ക് പോലും പരിചിതമായ ആശയങ്ങളായി തീർന്നു. ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ താല്പര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാൻ സാധിക്കാത്ത രീതിയിൽ മാറിയിരിക്കുന്നു എന്ന അവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തിച്ചു. ഇല്ലാതാകുന്ന കളിക്കളങ്ങൾ. സ്കൂള് വിട്ടു വന്ന എല്ലാവരും കൂടി ഒത്തുചേർന്നിരുന്ന സ്ഥലങ്ങളായിരുന്നു നാട്ടിലെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളും പൊതുകുളങ്ങളും ഗ്രൗണ്ടുകളും എല്ലാം. ഇവയെല്ലാം പല കാരണങ്ങൾ കൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പരസ്പരം സംസാരിക്കാനും ചിരിക്കാനും കളിക്കാനുമുള്ള അവസരങ്ങൾ ഇല്ലാതാവുകയാണ് ഇവിടെ. ഈ വിടവ് അവർ നികത്തുന്നത് ഫോണിലും കമ്പ്യൂട്ടറിലും സമയം ചെലവാക്കിക്കൊണ്ടാണ് എന്ന് മാത്രം. നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന സമൂഹത്തിന്റെ ചെറിയൊരു മിനിയേച്ചർ രൂപമായിരുന്നു പണ്ടത്തെ കളിസ്ഥലങ്ങൾ. പലതരം സ്വഭാവ സവിശേഷതകളുള്ള ആൾക്കാരുമായി പെരുമാറി നമ്മളെ സമൂഹത്തിന് മുന്നിൽ ഭയമില്ലാതെ നിർത്താൻ പ്രാപ്തനാക്കുകയായിരുന്നു ഒരു തരത്തിൽ ഈ കളിസ്ഥലങ്ങൾ. അങ്ങനെയൊക്കെ കിട്ടിയ ആത്മവിശ്വാസവും മനക്കെട്ടിയാണ് നമുക്കിപ്പോൾ കുട്ടികളിൽ കാണാൻ സാധിക്കാത്തത്. പാരന്റിങ്. ഉയർന്ന ജീവിത ചെലവുകൾക്കും ആവശ്യങ്ങൾക്കും അച്ഛനും അമ്മയും ഒരുപോലെ ജോലിക്ക് പോകേണ്ട സ്ഥിതിയാണ് ലോകത്തെമ്പാടും. ഇങ്ങനെ വരുമ്പോൾ അച്ഛനമ്മമാർക്ക് കുട്ടികളുമായി സമയം ചെലവിടാനുള്ള അവസരങ്ങളാണ് കുറയുന്നത്. ഇത് കുട്ടികളിലെ മാനസിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു. കുട്ടികൾ ഇത് പലപ്പോഴും തുറന്നു പറയുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്യില്ലായിരിക്കാം. എന്നാലും ആ അസാന്നിധ്യം അവരെ നിരാശപ്പെടുത്തുന്നു. അവർ മറ്റു പലതിൻ്റെയും പുറകെ പോകുന്നു. ആങ്സൈറ്റി ആൻഡ് മെന്റൽ ഹെൽത്ത്. എല്ലാ മേഖലയിലും നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ശരിക്കും പരിശ്രമിച്ചാലേ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം മനസ്സിലാക്കുന്ന രക്ഷിതാക്കൾ കുട്ടികളെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നു. രക്ഷിതാക്കളെ പൂർണ്ണമായി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ കാണുന്ന ലോകം അങ്ങനെയുള്ളതാകുമ്പോൾ അതിനനുസരിച്ച് കുട്ടികളെ വളർത്താനും പഠിപ്പിക്കാനും അവരിൽ സമ്മർദ്ദമേറുന്നു. എന്നാൽ കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞുള്ള പ്രോത്സാഹനം മാത്രമേ മികവിന്റെ ചവിട്ടുപടികൾ കയറാൻ അവരെ കൊണ്ടെത്തിക്കുകയുള്ളൂ എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. അതിന് സാധിച്ചില്ലെങ്കിൽ കുട്ടികളിൽ പരാജയഭീതി മൂലമുള്ള ആങ്സൈറ്റി കൂടുവാനും അത് അവരുടെ സ്വഭാവത്തിനെ തന്നെ മാറ്റിമറിക്കാനുമുള്ള രീതിയിൽ അവരെ കൊണ്ടെത്തിക്കുന്നു. പാൻഡമിക് എഫക്റ്റ്. സോഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ സാമൂഹികമായ പഠനം എന്നത് കോവിഡ് കാലത്ത് ഇല്ലാതായി. കൂടെയുള്ളവരോട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയാതെ വർഷങ്ങൾ ചെലവഴിച്ച ഒരു തലമുറയുടെ എല്ലാ പ്രശ്നങ്ങളും അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളുടെ വളർച്ചയുടെ പല പ്രധാനപ്പെട്ട ഘട്ടങ്ങളും ഇതിലൂടെ അവർക്ക് നഷ്ടമായി എന്ന് പറയേണ്ടി വരും. ടെക്നോളജിയെ ആശ്രയിച്ചുള്ള പഠനവും ജീവിതവും അവരിൽ കൂടുതൽ സ്ട്രെസ്സും ആങ്സൈറ്റിയും വളർത്താൻ കാരണമായി. സ്ഥിരതയുള്ളതും അർത്ഥവത്തായതുമായ ബന്ധങ്ങൾക്ക് അവസരമില്ലാതായി കൂടെയുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു ഇവർക്ക്. എത്തിക്സ് ആൻഡ് ഹാർഡ് വർക്ക്. ലോകത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളാണ് എത്തിക്സ് ആൻഡ് ഹാർഡ് വർക്ക്. എത്തിക്സ് അഥവാ ധാർമ്മികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ എന്ന വ്യക്തി മനസ്സിൽ തെറ്റ് എന്ന് തോന്നുന്ന ഒരു കാര്യവും ചെയ്യില്ല.
അത് ഞാൻ എന്നെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നൊരു ഫിലോസഫി ലൈനാണ്. സെൽഫ് റെസ്പെക്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നമുക്ക് നമ്മളോട് തോന്നുന്ന സ്നേഹവും ബഹുമാനവുമാണ് ഈ എത്തിക്സ് എന്ന ആശയത്തെ എല്ലായിടത്തും നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ജീവിതത്തിൽ വിജയിച്ചവരുടെ കാറും വീടും കണ്ട് ഇതിനായി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഈ വിജയിച്ചവരുടെ ജീവിതം ഒരു ഓവർനൈറ്റ് സക്സസ് അല്ല. അതിന് പിന്നിൽ ഒരുപാട് കാലത്തെ സമയവും വേർപ്പും ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വളരെ പെട്ടെന്ന് എന്തു വിധേനയും പണം സമ്പാദിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹവും വ്യവസ്ഥിതിയും ഇതിനൊരു വിലങ്ങുതടിയാകുന്നു. എക്സ്പോഷർ ടു വയലൻസ് ആൻഡ് മീഡിയ. ഒരു തരത്തിലുമുള്ള ഫിൽട്ടറിംഗ് ഇല്ലാതെയുള്ള സോഷ്യൽ മീഡിയ ഫീഡുകൾ മനസ്സിന് പക്വത കൈവരിക്കാത്ത കുട്ടികളിൽ ഉണ്ടാക്കുന്നത് നല്ലതിനേക്കാൾ കൂടുതൽ ദോഷങ്ങളാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്റർനെറ്റിൽ കാണുന്ന എല്ലാം ലോകത്തിൽ സർവ്വസാധാരണമാണ് എന്നൊരു ധാരണ കുട്ടികളിൽ വളർത്തുന്നു. ലൈഫ് ആൻഡ് റിയൽ ലൈഫ് രണ്ട് ലോകങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള മാനസിക വളർച്ച നേടിയിട്ടില്ലാത്ത കുട്ടികൾക്ക് മോശം തീരുമാനങ്ങൾ എടുക്കാൻ ഇത് കാരണമായേക്കും. ഫോണിലും കമ്പ്യൂട്ടറിലും ഉള്ള ഗെയിമുകൾക്ക് മാത്രമേ റീസ്റ്റാർട്ട് ഓപ്ഷൻ ഉള്ളൂ. ജീവിതത്തിൽ സെക്കൻഡ് ചാൻസും തേർഡ് ചാൻസും ഒക്കെ കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ലക്ഷറി അല്ല എന്ന് മനസ്സിലാക്കാൻ കുട്ടികൾക്കും അത് നന്നായി മനസ്സിലാക്കി കൊടുക്കാൻ മുതിർന്നവർക്കും സാധിക്കണം.